എൻ്റെ കയ്യിൽ ഇവിടെ 5 സാധനങ്ങളുണ്ട്. ഇതിൽ ഓരോ സാധനങ്ങളും നമ്മൾ ചിന്തിക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ തോട്ടിനെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ആക്ച്വലി ലീഗലാണ്. ലീഗൽ മാത്രമല്ല, ഇത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ മോണോപ്പൊളിയാണ്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് ലീഗലാണ്, പക്ഷേ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് പുറത്തൊന്നും ഇരുന്ന് വലിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിൽ ബാൻഡാണ്. ഇത് നമ്മളെ കയ്യിൽ നിന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉപയോഗിക്കുന്ന ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളോടെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജയിലിലാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വേറെ വിഷയങ്ങളൊന്നുമില്ല, നേരെ നമുക്ക് ജയിലിലേക്ക് പോകാം. ഈ വീഡിയോ ഞാൻ ചെയ്യാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ ആക്ച്വലി കുറേ ചോദ്യങ്ങൾ വന്നു. എന്തുകൊണ്ടാണ് ചിലത് ലീഗലായിരിക്കുന്നത്, ചിലത് നമ്മളെ ജയിലിലേക്ക് നേരെ കൊണ്ടുപോകുന്നത്? ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഡേഞ്ചറസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഇതിന് ലീഗലി സെല്ല് ചെയ്യാനായിട്ട് കടകളിൽ അവൈലബിൾ ആക്കി വെക്കുന്നത്? ശരീരത്തിന് ഇത് ദോഷമാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾ ഇത് ഉപയോഗിക്കാൻ വില്ലിങ് ആവുന്നത്? ഇങ്ങനെ ഒരു ഡിസയർ വരുന്ന സമയത്ത് ആരാണ് ഇതിലൊരു അവസരം കണ്ട് ഇതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ എന്നെ കൊണ്ടെത്തിച്ചത് ആക്ച്വലി ആരാണ് ഇവിടെ ഒരു വര വരയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത്? ഈ വീഡിയോ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ച ഡ്രഗ്സിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ആക്ച്വലി എനിക്ക് തെറ്റുപറ്റി. ഞാൻ വിചാരിച്ചതിലും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ കേരളത്തിൽ നിന്ന് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റിൻ്റെയിലാണ് ലിക്കർ സിസ്റ്റത്തിന്റെ മോണോപോളി ഉള്ളത്. എല്ലാ റീറ്റെയിൽ സെയിലും ബിൽഡാണ്. 2024-25 വെബ്കോന്റെ സെയിൽ മാത്രം 19,561 കോടി രൂപയാണ്. ഈ മോണോപോളി എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുള്ള കോർട്ട് ഡോക്യുമെന്റ്സ് വരെ നമുക്ക് അവൈലബിൾ ആണ്. സിഗരറ്റ്സിലേക്ക് വരുന്ന സമയം ഗവൺമെന്റ് ഓൺഡ് അല്ലെന്നുണ്ടെങ്കിലും ഇത് ലീഗലാണ്, ഹെവിലി റെഗുലേറ്റഡ് ആണ്. അതോറിറ്റീസ് ടൊബാക്കോ അഡ്വർടൈസിങ്ങിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. മൂവി തിയേറ്ററിൽ പോകുന്ന സമയം നമ്മൾ ആദ്യം കാണുന്ന ഡിസ്ക്ലൈമർ തന്നെയാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കർശനമാണ്. പാക്കേജിൽ തന്നെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും പുറമെ പബ്ലിക് പ്ലേസിൽ ഇരുന്ന് ഒരു സിഗരറ്റ് വലിക്കാൻ പോലും പാടില്ല. വേപ്പ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സിഗരറ്റിലേക്ക് വരുന്ന സമയം എൻറ്റയർ സിസ്റ്റം ഫ്ലിപ്പ് ആവുകയാണ്. 2019 PECA സിഗരറ്റ്സിനെ റെഗുലേറ്റ് ചെയ്യല്ല, അതിനെ ആക്ച്വലി പ്രൊഹിബിറ്റ് ചെയ്യാണ്. പ്രൊഡക്ഷൻ, മാനുഫാക്ചർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസ്പോർട്ട്, സെയിൽ, ഡിസ്ട്രിബ്യൂഷൻ, അഡ്വർടൈസ്മെന്റ് ഒന്നും സമ്മതിക്കത്തില്ല. സ്റ്റോറേജിന് പ്രത്യേക പ്രൊവിഷൻസ് ഉണ്ട് താനും. ലോ വളരെ കൃത്യമായിട്ട് ഇതിനെ ബാൻ ചെയ്തിട്ടുണ്ട് പബ്ലിക് ഹെൽത്തിന്റെ ഇൻട്രസ്റ്റിന്. കനാബിസ്, നമ്മൾ കഞ്ചാവെന്ന് വിളിക്കുന്ന സാധനത്തിലേക്ക് വരുന്ന സമയത്ത് NDPS ആക്ട് തന്നെ സ്പെസിഫിക് ലൂപ്പ് ഹോൾസ് ഉണ്ട് സീഡ്സും ലീവ്സും തമ്മിൽ. ഇതിന്റെ ടെക്നിക്കൽ വശം പലർക്കും അറിയത്തില്ല. എന്തുകൊണ്ടാണ് ഇവിടം തൊട്ട് നമ്മുടെ ലോ ഒരു പ്രത്യേക വര വരയ്ക്കുന്നത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. MDMA കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് NDPS ആക്ട് പക്കയാണ്. ഈ പ്രോഡക്റ്റിന് വാണിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രോപ്പർ പ്രൊഹിബിഷൻ ചെയ്യുകയാണെങ്കിൽ ഒഫൻസ്, സീസർ, അറസ്റ്റ്, പ്രോസിക്യൂഷൻ, ഡയറക്റ്റ് ജയിലിലേക്കാണ്. നമ്മുടെ ഉദ്ദേശം പബ്ലിക് ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാ സബ്സ്റ്റൻസിനെയും നമ്മൾ ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നില്ല? ചിലപ്പോൾ ഇതിന്റെ ഉത്തരം ഡ്രഗ്സിലല്ല, ഇതിന് ചുറ്റി നിൽക്കുന്ന സിസ്റ്റത്തിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിലോ? നമുക്കറിയാം ഓരോ സബ്സ്റ്റൻസും നമ്മുടെ ശരീരത്തിൽ ഹാംഫുൾ ആണെന്ന്. അപ്പൊ നമ്മൾ ആക്ച്വലി ഇത് കിട്ടാനായിട്ടുള്ള ആക്സസ് റെസ്ട്രിക്ട് ചെയ്യല്ലേ വേണ്ടത്? പ്രൊഹിബിഷന്റെ ബേസിക് ലോജിക് എന്താണ്? എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടുന്നതിന് നിന്നിട്ടുള്ള ആക്സസ് കട്ട് ചെയ്യുക. ഒരു സാധനം നമ്മൾ ലീഗലായിട്ട് മേടിക്കുന്ന സമയത്ത് ഒരാൾ ആക്ച്വലി അതിന് വേണ്ടി റെസ്പോൺസിബിൾ ആണ്. പക്ഷെ നമ്മളൊരു സാധനം ഇല്ലീഗലായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആരും റെസ്പോൺസിബിൾ അല്ല. അഡിക്ഷൻ ഇവിടുത്തെ ഇക്വേഷനെ ചേഞ്ച് ചെയ്യാണ്. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം അത്യാവശ്യമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയുകയാണ് ഇത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഇനഫ് ആയിരിക്കത്തില്ല. അവർ ഏതെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കും. എന്തെങ്കിലും ഒരു കാര്യം സൊസൈറ്റിയിൽ അത്രയും ഡേഞ്ചറസ് ആണെന്നുണ്ടെങ്കിൽ സൊസൈറ്റി എന്നുള്ള രീതിയിൽ നമ്മളും റെസ്പോൺസിബിൾ ആണ് ഇത് മാർക്കറ്റിൽ നിന്ന് പുറത്തിറക്കി വെക്കുക എന്നുള്ളത്. ഈ സബ്സ്റ്റൻസുമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ നെസസറിലി ഒരു ത്രെറ്റ് അല്ല കമ്പയർഡ് ടു ഇതിനെ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരാളെ വെച്ച് നോക്കുന്ന സമയത്ത്. സിസ്റ്റവും ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് കോൺസിക്വൻസുകൾ വെച്ചിട്ടാണ്. ഒരാൾ പേഴ്സണലി യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒഫൻസ് പോലെ അല്ല ഇതിനെ വിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. നമ്മുടെ പ്രൊഹിബിഷൻ സിസ്റ്റത്തിന് 2 ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒന്ന് ഡിമാൻഡ് കട്ട് ചെയ്യുക, 2 സപ്ലൈ റെസ്ട്രിക്ട് ചെയ്യുക. ആക്ച്വലി സ്റ്റേറ്റിന്റെ മോഡൽ പെർഫെക്റ്റ് ആണ്. ഇത് ഉപയോഗിക്കുന്ന ആളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഇതിന് ചുറ്റി നിൽക്കുന്ന സിസ്റ്റത്തിനെ ഡിസ്ട്രോയ് ചെയ്യണം. ഇവിടുത്തെ സക്സസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് വളരെ ചുരുക്കം ചില കുട്ടികൾ മാത്രം ഇതിൽ അഡിക്റ്റ് ആവുന്നു. ഓവർഡോസ് കുറയുന്നു, സപ്ലൈ കുറയുന്നു, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ട്രാഫിക്കിംഗ് നമ്മൾ കുറയ്ക്കുന്നു, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒഫൻഡിങ് നമ്മൾ ഇല്ലാതാക്കുന്നു, ഡിമാൻഡും കുറയ്ക്കുന്നു. എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മോറലി ഒരിക്കലും എന്നെ ഡിബേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ സിസ്റ്റം ഒരിക്കലും പെർഫെക്റ്റ് അല്ല. നമ്മൾ ആക്ച്വലി ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ്സ് നമുക്ക് കിട്ടുക എന്നുള്ളതിന്റെ ആക്സസ് റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ ഈ സാധനം ആളുകൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ള സിസ്റ്റംസ് അതുകൊണ്ട് തന്നെ ഇല്ലീഗലായിട്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിന്ത സിമ്പിൾ ആണ്, ഇത് ഇല്ലീഗൽ ആണല്ലോ, പക്ഷെ ഡിസയർ ഡിസപ്പിയർ ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ ഇത് സപ്ലൈ ചെയ്യാൻ റെഡിയാണ്. ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള മാനുഫാക്ചർ ഇല്ല, റീറ്റെയിലർ ഇല്ല, സപ്ലൈ ചെയിൻ ഇല്ല, ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷനും ഇല്ല, ഒരു മീനിങ് ഫുൾ അക്കൗണ്ടബിലിറ്റിയും ഇല്ല. നമുക്ക് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഡ്രഗ്സ് എത്രത്തോളം പോലീസ് പിടിക്കുന്നു എന്നുള്ളത്. പക്ഷെ നമുക്ക് ഒരിക്കലും അറിയത്തില്ല എത്രത്തോളം ഡ്രഗ്സ് പിടിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ ഇപ്പൊ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മാർക്കറ്റിന് ഒരു കസ്റ്റമർ ഉണ്ട്. പക്ഷെ ഈ കസ്റ്റമർ നാളെ നമ്മൾ വിചാരിക്കാത്ത ഒരാളായിട്ട് മാറും, ഒരു പേഷ്യന്റ്.
കേരളത്തിൽ 2026 MDMA സീഷർ 0 ഗ്രാമായിരുന്നു. 2022 വരുന്ന സമയത്ത് 7.25 കിലോ MDMA സീസ് ചെയ്തു. നമുക്ക് ആക്ച്വലി എത്ര പ്രാവശ്യം ഒരാളെ മാറ്റാൻ പറ്റും വേറൊരാൾ അതേ സ്ഥലത്തേക്ക് വരുന്നതിന് മുമ്പ്? പോലീസ് ആക്ച്വലി നടത്തുന്ന എല്ലാ റെയ്ഡുകളും അവർക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും അവർക്ക് ടോട്ടൽ മാർക്കറ്റ് ഒരിക്കലും സീസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഹിബിഷൻ സിസ്റ്റത്തിനും റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. കസ്റ്റമേഴ്സ് ആണ് ഇവിടുത്തെ റവന്യൂ സ്ട്രീം എന്ന് പറയുന്നത്. ഈ ബിസിനസ്സിന് ആക്ച്വലി എല്ലാവരും ഡിസ്ട്രോയ് ചെയ്യേണ്ട ആവശ്യമില്ല. റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ മാത്രം മതി ഇത് നിലനിന്ന് പോകാനായിട്ട്. ഒരു ലീഗൽ പ്രോഡക്റ്റിന് ചെയിൻ ഓഫ് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. പല ആളുകൾ അതിന് റെസ്പോൺസിബിൾ ആണ്. പക്ഷെ ഒരു ഇല്ലീഗൽ പ്രോഡക്റ്റിന് ഒരു ചെയിൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഇല്ല. കൺസ്യൂമർ ഒട്ടും പ്രൊട്ടക്റ്റഡ് അല്ല. ആര് രാവിലെ എണീറ്റിട്ട് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു സാധനത്തിന് അഡിക്റ്റഡ് ആവും എന്ന് പറഞ്ഞിട്ടല്ല ഇത് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഒരാൾ ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ റെഡിയാകുന്നത്? അഡിക്ഷൻ അല്ല, ഡിപ്പെൻഡൻസ് അല്ല. ആദ്യത്തെ യെസ് എവിടെ നിന്നാണ് വരുന്നത്? എല്ലാവരും ട്രൈ ചെയ്യുന്നു, ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ബോറിംഗ് ആവും, ഓൾറെഡി എന്റെ ലൈഫ് ഫക്ഡ് അപ്പ് ആണ്, എനിക്ക് കുറച്ചുകൂടെ പക്വതയുള്ള പ്രായമുള്ള ഒരാളായിട്ട് മാറണം, എന്തിന്റെങ്കിലും ഒരു ഭാഗമായിട്ട് എനിക്ക് മാറണം. നമ്മൾ ആക്ച്വലി അസ്യൂം ചെയ്യുന്നതിന് പകരം ഇവിടത്തെ നമ്മുടെ വില്ലൻ എന്ന് പറയുന്നത് ആക്ച്വലി ബിലോങ്ങിങ് ആണ്. നമ്മുടെ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അക്സെപ്റ്റൻസ്, സ്റ്റാറ്റസ്, ഐഡന്റിറ്റി, എക്സൈറ്റ്മെന്റ്, എസ്കേപ്പ്. ചില സ്ഥലങ്ങളിൽ ഈ ഫീലിംഗ്സിനെ ആംപ്ലിഫൈ ചെയ്യുന്നത് ആക്ച്വലി സബ്സ്റ്റൻസുകളാണ്. എനിക്ക് തോന്നുന്നു ആ സിസ്റ്റത്തിനെ പറ്റിയാണ് ആക്ച്വലി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഗ്രൂപ്പുമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവരുമായിട്ട് ഇടചേർന്ന് നിൽക്കാൻ അല്ലെങ്കിൽ ഫിറ്റ് ഇൻ ചെയ്യാൻ തോന്നുന്നത്? ഇതിന്റെ പിന്നിൽ ആക്ച്വലി കുറച്ച് സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരും. പ്രായം കുറഞ്ഞിരിക്കുമ്പോൾ ക്യൂരിയോസിറ്റി, റിസ്ക് ടേക്കിംഗ്, പിയർ ഇൻഫ്ലുവൻസ്, ബെറ്റർ ആയിട്ടുള്ള റിവാർഡ് സിസ്റ്റംസ്, ഐഡന്റിറ്റി ഫോം ആയി വരുന്ന പ്രായമാണ്. സോഷ്യലി നമുക്കൊരു ബിലോങ്ങിങ് ഫീൽ ചെയ്യും. കുറച്ചുകൂടെ ഇമ്പൾസിവിറ്റി കൂടുതലാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കുട്ടികൾ ഈ എക്സ്പെരിമെന്റേഷന് കൂടുതൽ സസെപ്റ്റബിൾ ആണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഈ ഒരു ഡ്രഗും സെല് ചെയ്യുന്ന ഒരു ഡ്രഗ് ഡീലർ ഒന്നും അല്ല. ഇത് ആക്ച്വലി നിങ്ങൾക്ക് എഗൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ആണ് നിങ്ങൾക്ക് തരുന്ന. ആദ്യമായിട്ട് എന്തായിരിക്കും ആക്ച്വലി സംഭവിക്കുക? ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഒരു അട്രാക്റ്റീവ് ഐഡന്റിറ്റി ആയിട്ട് സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത് മെജോറിറ്റി ഓഫ് എല്ലാ ടീനേജേഴ്സും ആക്ച്വലി ആഗ്രഹിക്കുന്നില്ല അവരുടെ ശരീരം ഇല്ലാതാക്കണം എന്നുള്ളൊരു കാര്യം. ആദ്യം ആക്ച്വലി ഇവർക്ക് ആവശ്യമായിരുന്നത് ഈ ഡ്രഗും ആയിരുന്നില്ല, ബിലോങ്ങിങ് ആയിരുന്നു. ആൻഡ് ആക്ച്വലി ഈ രണ്ട് കാര്യങ്ങളും വിൽക്കാനായിട്ട് ആരൊക്കെയോ വഴികൾ കണ്ടുപിടിച്ചു. കഴിഞ്ഞ എല്ലാ ചാപ്റ്ററുകളിലും നമ്മൾ ആക്ച്വലി ഡ്രഗ്സിനെ ഫോളോ ചെയ്ത് എനിക്ക് തോന്നുന്നു നമ്മൾ റോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മാർക്കറ്റിന്റെ പ്രത്യേകത, ഈ മാർക്കറ്റ് എല്ലാവരും ചെയ്യേണ്ട ഒരാവശ്യമില്ല. വണ്ണറബിൾ ആയിട്ടുള്ള ആവശ്യമുള്ള ആളുകളെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെയാണ് ഒരു ഇല്ലീഗൽ മാർക്കറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്? ആമസോണോ അല്ലെങ്കിൽ ഒരു റെസിപ്റ്റോ കസ്റ്റമർ സർവീസോ ഒരു റെഗുലേഷൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് ട്രസ്റ്റ് ആണ്. മാർക്കറ്റ് വിശ്വസിക്കണം. ഒരു ബയ്യർ പൈസ കൊടുക്കാൻ റെഡിയാവും, ഒരു സെല്ലർ ഡെലിവർ ചെയ്യുമെന്ന്. ഈ ട്രേഡ് നടക്കുന്ന നെറ്റ്വർക്ക് എക്സ്പോസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വിശ്വാസം, പൈസ കൊടുക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നു എന്നുള്ള വിശ്വാസം. ഇതുകൊണ്ട് തന്നെയാണ് ഇല്ലീഗൽ മാർക്കറ്റ്സ് റിലേഷൻഷിപ്സും നെറ്റ്വർക്കും ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ബ്ലാക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന കെയോസ് അല്ല, അത് ആക്ച്വലി ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റമാണ്. ഒരു നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം പ്രോപ്പർ വഴിയിലൂടെ കിട്ടാത്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവോൾവ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. നമ്മളിവിടുത്തെ ഹണ്ടർ ആക്ച്വലി സർവൈവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, മാർക്കറ്റിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പക്ഷെ ഡിമാൻഡ് ഒരിക്കലും നിർത്താതെ അലൈവ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയ റിസ്ക് നമ്മുടെ നാട്ടിലെ മനുഷ്യർ എടുക്കുന്നത്? പൈസയാണ്. 19,561 കോടി രൂപയാണ് ഒരു വർഷത്തെ ആൽക്കഹോൾ കൺസംഷൻ. 2008-ഉം 2023-നും ഇടയിൽ 1.9 lakh crores ആണ് സിഗരറ്റ് കമ്പനിന്റെ റവന്യൂ. 4.2 lakh ഇ സിഗരറ്റ്സ് നാഷണൽ ലെവലിൽ സീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മാർക്കറ്റിന്റെ കണക്കാണ്. ഇതിലും അഡിക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇല്ലീഗലായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ കണക്കുകളൊന്നും ആലോചിച്ച് നോക്ക്. ഇതുകൊണ്ട് തന്നെയാണ് ഇത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നത്. ഒരു ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള ഡേറ്റയും നമുക്ക് ഇല്ലീഗൽ ഡ്രഗ് മാർക്കറ്റിനെ പറ്റി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. 2024 25,330 കോടി രൂപയുടെ ഡ്രഗ്സ് നാഷണലി പിടിക്കപ്പെട്ടിട്ടുണ്ട്. 4,482 കിലോ കഞ്ചാവ് കേരളത്തിൽ മാത്രം 2024 പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ പിടിച്ച കണക്കാണ്. എല്ലാ മാർക്കറ്റിനും ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് ലീഗൽ ആവുന്നു, മറ്റൊന്ന് ക്രിമിനൽ ആവുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ അഡിക്ഷൻ ഒരു മാറ്റവും ഇല്ലാതിരിക്കുന്ന സമയത്ത് മാർക്കറ്റ് എന്തിന് കെയർ ചെയ്യണം? ഒരു പ്രോഡക്റ്റ് ലീഗൽ ആണെങ്കിലും ഇല്ലീഗൽ ആണെങ്കിലും റെഗുലേറ്റഡ് ആണെങ്കിലും പ്രൊഹിബിറ്റഡ് ആണെങ്കിലും ആളുകൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരാൾ ഇത് വിൽക്കാൻ റെഡി ആവുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ആരാണ് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് എന്താണ് വേണമെന്നുള്ളത്? നമുക്ക് ആക്ച്വലി ഒറ്റ ജോലി ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എവിടെയാണ് നമ്മൾ ഒരു വര വരയ്ക്കേണ്ടത്. നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടാവും ഞാൻ പറയും ഈ ഡ്രഗ് ലീഗലാണ്, ഈ ഡ്രഗ് ഇല്ലീഗലാണ്. ആക്ച്വലി എന്റെ ഇന്റൻഷൻ അതല്ല. ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്താണ് ലീഗൽ, എന്താണ് ഇല്ലീഗൽ എന്നുള്ള ഒരു കാര്യം, എന്താണ് മോറൽ, എന്താണ് ഇമ്മോറൽ എന്നുള്ളൊരു കാര്യം. ഇത്രയും നേരം നിന്നതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരിക്കലും എന്താണ് നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ളത്, എന്താണ് ഹാംഫുൾ അല്ലാത്തത്, ഇതൊന്നും അല്ല. ഇതൊരു ഡിസിഷൻ ആണ്. ആക്ച്വലി എന്ത് തരത്തിലുള്ള ഫ്രീഡം ആണ് നമുക്ക് എക്സസൈസ് ചെയ്യേണ്ടതെന്നുള്ള, എത്രത്തോളം ഫ്രീഡം നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണെന്നുള്ള എവിഡൻസ് ആക്ച്വലി നിങ്ങളുടെ കയ്യിലുണ്ട്. ഡിസിഷനും നിങ്ങളുടെ തന്നെയാണ്. ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടൊരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങളുടെ ടീം ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.